വയനാട്ടിലെ വോട്ട് ചോർച്ച LDF യോഗത്തിൽ ചർച്ചയാക്കാൻ CPI. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPM സജീവമാകാത്തതും ഉന്നയിക്കും. ദയനീയ പരാജയത്തിൽ CPI നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ അതൃപ്തി രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. പ്രജിത് മോഹനൻ തന്നെ ചേരുന്നു. പ്രജിത്ത്, വയനാട്ടിൽ വലിയ വോട്ട് ചോർച്ചയാണ് CPIക്ക് ഉണ്ടായത്. ഏകദേശം 72,000-ഓളം വോട്ട് കാണാനില്ല. എങ്ങോട്ട് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് CPIക്കുള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങളുണ്ട്. അതുകൂടാതെ CPM കാര്യമായി അവിടെ പ്രചാരണത്തിന് ഇറങ്ങിയില്ല എന്നുള്ള കാര്യം അത് LDF യോഗത്തിൽ ഉന്നയിക്കാൻ പോകുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗം പോലും അതിൽ പോലും ആളില്ലായിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ വയനാട്ടിലെ വോട്ട് ചോർച്ച LDFൽ വലിയ ചർച്ചയാകും അല്ലേ പ്രജിത്ത്? കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുശേഷം 6 മാസങ്ങൾക്കിപ്പുറം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPIക്കുണ്ടായത് വലിയ വോട്ട് ചോർച്ചയാണ്. ഒറ്റയടിക്ക് 72,000-ഓളം വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളത് പറയുമ്പോൾ അത് ഇടത് കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളത്തെ തിരഞ്ഞെടുപ്പ് അവലോകനം, പ്രചാരണ അവലോകനം നടത്തുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും കൃത്യമായി ഇതിലൊരു ധാരണയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണം വളരെ ദുർബലമാണ് എന്നുള്ളത്. സത്യൻ മൊകേരിക്കൊപ്പം വീടുകൾ കയറി ഇറങ്ങാൻ പോലും ആളില്ലാത്ത അവസ്ഥ, നോട്ടീസുകൾ നൽകാൻ ആളില്ലാത്ത അവസ്ഥ, പലയിടത്തും അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തുന്നത് വിരലിലെണ്ണാവുന്നവർ, ഒരു വാഹനത്തിൽ മാത്രം ഒതുങ്ങുന്ന പ്രചാരണ സംഘം, അങ്ങനെ വലിയ വീഴ്ചകൾ വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിൽ CPIയുടെ പ്രാദേശിക നേതൃത്വം, പ്രത്യേകിച്ച് വയനാട് ജില്ലാ നേതൃത്വമൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ്, വീഴ്ചകളാണ് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ട് സംഭവിച്ചത് കൃത്യമായി CPMന്റെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുനിൽക്കൽ ഉണ്ടായി എന്നുള്ളതാണ് CPI നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രചാരണ യോഗങ്ങളിൽ ആളുണ്ടായിരുന്നില്ല, സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ ഉദ്ദേശിച്ചതിൻ്റെ പകുതി പോലും ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞില്ല. CPMന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവർ സമ്മേളന കാലയളവായതുകൊണ്ട് സമ്മേളനങ്ങളിൽ ശ്രദ്ധ ചെലുത്തി എന്നുള്ളതാണ് CPI ഉയർത്തുന്ന വിമർശനം. വയനാട്ടിൽ CPIക്ക് കാര്യമായ ശക്തിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർ നേരിടുന്ന വോട്ടുകളുടെയൊക്കെ അടിസ്ഥാനം CPMുമാണ്. അപ്പോൾ CPM പൂർണ്ണമായും ഈ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്നതോടെ ആകെ പ്രതിസന്ധിയിലായത് CPI ആണ്. ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം പോലും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ CPI നേതാക്കൾ തയ്യാറായില്ല. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കാര്യം നോക്കുമ്പോൾ P. ജയരാജൻ ഒഴിച്ചുള്ള നേതാക്കൾ ആരും തന്നെ അങ്ങോട്ടേക്ക് കാര്യമായി തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. ജയരാജൻ ഒന്നിൽ കൂടുതൽ തവണ അവിടെ എത്തി വയനാട്ടിൽ കുറേ സമയം പ്രചരണങ്ങൾ അദ്ദേഹം സജീവമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാന നേതാവ് പോലും വയനാട്ടിൽ CPMന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നുള്ളത് CPIക്ക് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. എന്തായാലും CPIക്കുള്ളിൽ ഇതെല്ലാം CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ളൊരു വിമർശനമായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ചേലക്കരയിലും പാലക്കാടും CPM വളരെ സജീവമാകുകയും വയനാട് അവഗണിക്കുകയും ചെയ്തൊരു സാഹചര്യം ഒഴിവാക്കേണ്ടത് CPI സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ടായിരുന്നു എന്നുള്ളതാണ് നേതാക്കൾ അല്ലെങ്കിൽ അണികളൊക്കെ ഉയർത്തുന്ന വിമർശനം. ഈ വിമർശനം കൂടുതൽ താങ്ങാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് അടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവും കൗൺസിലിലുമൊക്കെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടാകാനുള്ള, പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിലെടുത്താണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചോർച്ച അത് LDF യോഗത്തിൽ തന്നെ, അടുത്ത LDF യോഗത്തിൽ തന്നെ ശക്തമായി ഉന്നയിക്കാൻ CPI നേതൃത്വം തീരുമാനമെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രചാരണ രംഗങ്ങളിൽ നിന്ന് CPM നേതാക്കളും CPMന്റെ സംഘടനാ സംവിധാനവും വിട്ടുനിന്നതിനെ പറ്റിയും അവർ വിമർശനം ഉന്നയിക്കും. LDFൽ ഈ വിഷയം ചർച്ചയാകുന്നതോടെ സ്വന്തം പാർട്ടിയിൽ നേതൃത്വത്തിനെതിരെ വരുന്നൊരു പടലപ്പിണക്കം അല്ലെങ്കിൽ ഒരു പോര് അത് തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായത് വലിയ വീഴ്ചയാണ്. പ്രത്യേകിച്ച് 2014 CPIക്ക് മത്സരിച്ച സത്യൻ മൊകേരി തന്നെയാണ്, ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ച സത്യൻ മൊകേരി തന്നെയാണ് ഏറ്റവും അധികം വോട്ടുകൾ ഇടതുപക്ഷത്തിന് വേണ്ടി അവിടെ നേടിയിട്ടുള്ളത്. അതേ സ്ഥാനാർത്ഥി ഇത്രയധികം വലിയ ദയനീയമായ ഒരു പരാജയത്തിലേക്ക് പോകുമ്പോൾ തോൽവി ഉറപ്പായിരുന്നു. പക്ഷേ സത്യൻ മൊകേരിയെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവിനെ മത്സരിപ്പിച്ച് ഒരു നാണംകെട്ട തോൽവിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു ജാഗ്രത മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അടുത്ത LDF യോഗത്തിലും ഇതെല്ലാം ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വിനോദ്, അതെ, RK വൈകുണ്ഠം എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു 72,000 വോട്ട് പോയപ്പോൾ ബിനോയ് വിശ്വത്തിന് സന്തോഷമായി എന്ന് പറയുന്നു. അപ്പോൾ ബിനോയ് വിശ്വവും ഈ ഇപ്പോൾ മത്സരിച്ച സ്ഥാനാർത്ഥി അല്ലേ, അത് മാത്രമല്ല വിനോദ്, കഴിഞ്ഞ ദിവസം C. ദിവാകരൻ്റെ വളരെ രസകരമായ ഒരു പ്രതികരണം കൂടി വന്നല്ലോ. കാരണം സരിൻ എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഒരു ദിവസം പത്രം വായിക്കുമ്പോൾ ഒരു പാർട്ടിയാണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു പാർട്ടി എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം വളരെയധികം പരിഹസിച്ചിട്ടുണ്ട് സരിനെ. ഇത്തരക്കാരെ താല്പര്യമില്ല എന്ന് കൂടി C. ദിവാകരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രജിത് മോഹനനാണ് വിശദമായ വാർത്ത നൽകിയത്.